സൗദി അറേബ്യയിൽ ഗാർഹിക തൊഴിലാളികൾക്കുള്ള വേതന സുരക്ഷാ പദ്ധതി ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ആദ്യഘട്ടത്തിൽ പുതുതായി സൗദിയിൽ എത്തുന്നവർക്ക് നിയമം ബാധകമാണ്. 2026 ജനുവരി മുതൽ എല്ലാ ഗാർഹിക തൊഴിലാളികൾക്കും പദ്ധതിയുടെ ഗുണം ലഭ്യമാകും. മറ്റു എല്ലാ മേഖലകളിലും വേതന സുരക്ഷാ പദ്ധതി പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് ഗാർഹിക തൊഴിലാളികളിലേക്കും നിയമം ബാധകമാക്കുന്നത്. 2024 ജൂലൈ 1 ഗാർഹിക തൊഴിലാളികളുടെ വേതന സുരക്ഷാ പദ്ധതി പ്രാബല്യത്തിൽ വരും. മുസാനിദ് പ്ലാറ്റ്ഫോം വഴിയാണ് പദ്ധതി നടപ്പിലാക്കേണ്ടത്. പുതുതായി സൗദിയിലെത്തുന്ന ഗാർഹിക തൊഴിലാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി ബാധകമാകുകയെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. നിലവിൽ സൗദിയിലുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കും. 4 അതിൽ കൂടുതലോ വീട്ടുജോലിക്കാരുള്ളവർക്ക് 2025 ജനുവരി 1 പദ്ധതി ബാധകമാകും. 3 പേരുള്ളവർക്ക് 2025 ജൂലൈ 1 2 പേരുള്ളവർക്ക് ഒക്ടോബർ 1 നിയമം ബാധകമാകും. 2026 ജനുവരി 1 എല്ലാ വിഭാഗം ഗാർഹിക തൊഴിലാളികൾക്കും വേതന സുരക്ഷാ പദ്ധതി പ്രകാരം ശമ്പളം നൽകണം. ഇതോടെ സൗദിയിൽ ജോലി ചെയ്യുന്ന ഹൌസ് ഡ്രൈവർമാരും വീട്ടുവേലക്കാരും ഉൾപ്പെടെയുള്ള എല്ലാ ഗാർഹിക തൊഴിലാളികൾക്കും കൃത്യമായി ശമ്പളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമമാണ് വേതന സുരക്ഷാ പദ്ധതി. ഇതുപ്രകാരം കരാർ പ്രകാരമുള്ള ശമ്പളം ബാങ്ക് വഴി കൃത്യസമയത്ത് തൊഴിലാളികൾക്ക് നൽകണം. അല്ലാത്തപക്ഷം തൊഴിലുടമകൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കും. ജലീൽ കണമംഗലം, 24 ജിദ്ദ.